ഹലോ, ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ലോറി ഡ്രൈവറുടെ പ്രേതാനുഭവമാണ്. നിങ്ങളിത് കേട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇനി കഥയിലേക്ക്. ഹായ്, ഞാൻ ബഷീർ, മുഹമ്മദ് ബഷീർ എന്നാണ് പറയുന്നത്. ഞാനിവിടെ പറയുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു പ്രേതാനുഭവത്തെ പറ്റിയാണ്. ഞാനൊരു ലോറി ഡ്രൈവറായി ജീവിക്കുന്ന കാലം. ഞാൻ ലോറി ഓടിച്ചുകൊണ്ട് ലോഡും കയറ്റി എത്തേണ്ടിടത്ത് എത്തിച്ചതിന് ശേഷം കാശും വാങ്ങി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഉദ്ദേശം ഒരു 12 മണി കഴിഞ്ഞ് കാണാം. ദൂരെ നിന്നും നായ്ക്കൾ കൂട്ടം കൂട്ടമായി ഓടിയിടുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ചുറ്റും നോക്കി. ഒരു വൃദ്ധയായ ഒരു സ്ത്രീ വഴിയരികിൽ നിൽക്കുന്നത് കണ്ടു. ആ വൃദ്ധയായ സ്ത്രീ എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചത് ഞാൻ നിർത്തിയില്ല. തന്നെയുമല്ല, കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ആ ലോറിക്ക് പുറകിൽ നിന്നും കൈ കൊണ്ട് എന്തോ ആംഗ്യം കാണിച്ചു. ആ വൃദ്ധയായ സ്ത്രീ ആംഗ്യം കാണിച്ചത് ലോറി പോകുന്നത് പുറകിലോട്ടാണെന്ന് മനസ്സിലാക്കി ഞാൻ ഉടൻ തന്നെ അവർ ലോറിയിൽ കയറി. പക്ഷേ അവിടെ ഞാനൊന്ന് പാളി നോക്കി. കാരണം ലോറിയുടെ ഡോർ അടഞ്ഞു തന്നെ കിടക്കുന്നു, തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ ശിവൻ്റെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചതും അവർ ഒരു പുക പോലെ ആ സ്ത്രീ അലിഞ്ഞില്ലാതെയായി. അങ്ങനെ ഒരു കണക്കിന് ഞാൻ വീട്ടിലെത്തി. നേരം വെളുത്തപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇതിനെപ്പറ്റി വിശദമായി അന്വേഷിച്ചപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് അപ്പോഴാണ്. ആ വഴിയിൽ അർദ്ധരാത്രി നേരത്ത് ആരും പോകാറില്ല. അവിടെ വൃദ്ധയായ സ്ത്രീ ലോറി തട്ടി വീണ് തൽക്ഷണം തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ആ വൃദ്ധയുടെ ആത്മാവ് അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി നടക്കും. അത് കാരണം അർദ്ധരാത്രി നേരത്ത് അതുവഴി പോയാൽ പിന്നെ ആരും തിരികെ എത്തില്ല.